മിഥുര എന്ന ഈ ഗ്രാമത്തിൽ മങ്കമ്മ ചിന്നാറാവു എന്ന ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ചിന്നാറാവു നിലത്തിൽ പണി ചെയ്തിരുന്നു. മങ്കമ്മ തൊട്ടടുത്ത് തന്നെ ആടുകളെയും മേയിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം രണ്ടുപേരും ചേർന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം മറികടന്നിട്ടും അവർക്കിതുവരെ കുഞ്ഞ് ജനിച്ചിട്ടില്ല. എത്രയെത്ര ഡോക്ടേഴ്സിനെ കണ്ടിട്ടും പല വൈദ്യന്മാരെ കണ്ടിട്ടും അമ്പലങ്ങൾ കയറിയിറങ്ങിയിട്ടും അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടായില്ല. ഒരു ദിവസം ക്ഷേത്രത്തിൽ വിഷമിച്ചിരുന്ന മങ്കമ്മയെ കണ്ട് ഒരു വൃദ്ധയായ മുത്തശ്ശി വന്ന്, എന്താ മോളെ, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറ. ഏതോ ജന്മത്തിൽ എന്തോ പാപം ചെയ്തു മുത്തശ്ശി, അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത്. ജനിക്കും മോളെ. നീയും നിന്റെ ഭർത്താവും ഞാൻ പറയുന്ന മലയിലേക്ക് പോയി നിശാജി എന്ന മന്ത്രവാദിയെ കാണൂ. അദ്ദേഹത്തിന് പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല. ഉറപ്പായും നിങ്ങളെ അദ്ദേഹം സഹായിക്കും. അടുത്ത ദിവസം തന്നെ ആ വയസ്സായ മുത്തശ്ശി പറഞ്ഞതുപോലെ ഭർത്താവിനോടൊപ്പം അവൾ അവിടേക്ക് പോയി. പോകുന്ന വഴിയിൽ തിങ്ങി നിറഞ്ഞ കാട്. ആ മല മുഴുവനും ശാന്തമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അവർ രണ്ടുപേരും അവിടേക്ക് എത്തിച്ചേർന്നു. അവർ അവിടെ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞ്, എനിക്ക് കുഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുണ്ടാകില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വേദനിപ്പിക്കുന്നു. അതെ സ്വാമി, താങ്കൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. അവർ പറഞ്ഞ എല്ലാം കേട്ട് കണ്ണുകൾ അടച്ച്, നാഗദോഷം. നിന്റെ ഭർത്താവ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രാത്രിയിൽ അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടി കൊന്നിരിക്കുന്നു. ആ ദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കാത്തത്. അയ്യോ, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി? 9 ചൊവ്വാഴ്ച നിങ്ങൾ മണ്ണുകൊണ്ട് പാമ്പിന്റെ ശില്പമുണ്ടാക്കി ദിവസം മുഴുവനും അതിനെ പൂജിച്ച് നിരാഹാരവും ഇരുന്ന് രാത്രിയാകുന്നതും തലയിൽ ആ പാമ്പിന്റെ ശില്പവുമെടുത്ത് ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ശ്മശാനത്തിൽ കുഴിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും വരണം. ഇങ്ങനെ തന്നെ 9 ചൊവ്വാഴ്ചയും ചെയ്താൽ ചത്തുപോയ പാമ്പിന്റെ ആത്മാവ് ശാന്തമായി നാഗദോഷമകന്ന് നിങ്ങൾക്കും കുഞ്ഞു ജനിക്കും. നിശാജി മന്ത്രവാദി പറഞ്ഞതുപോലെ 9 ചൊവ്വാഴ്ച ഇങ്ങനെ ചെയ്തു. ചില മാസങ്ങൾക്ക് ശേഷം സുന്ദരനായ ആൺകുഞ്ഞ് ജനിച്ചു. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ ചിന്നാറാവു പഴങ്ങളും പച്ചക്കറികളും എടുത്ത് ആ ഗുഹയിലേക്കും പോയി. സ്വാമി, താങ്കളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്കളുടെ കരുണ കൊണ്ട് എന്റെ നാഗദോഷം പോയി. ഞാൻ അച്ഛനായി. എനിക്കൊരു മകൻ ജനിച്ചു. അങ്ങനെ പഴക്കൊട്ട നിശാജിക്ക് കൊടുത്തപ്പോൾ ചിന്നാറാവുവിന്റെ കൈരേഖ കണ്ട്, നീ നിന്റെ കൈയൊന്ന് കാണിക്കേ. നിശാജിയുടെ അടുത്ത് അവന്റെ കൈകൾ കാണിച്ചപ്പോൾ നിശാജി അന്തരീക്ഷത്തിൽ എന്തോ കണക്കുകൾ ചെയ്ത്, ആപത്ത്, നിനക്ക് പ്രാണകണ്ഠമുണ്ട് ചിന്നാറാവു. സുരക്ഷിതമായിരിക്കെ. ഇതാ ഈ രക്ഷ നീ കഴുത്തിലിട്. ഏതൊരു സാഹചര്യത്തിലും 108 നാളുകൾ വരെ നീ ഗ്രാമാതിർത്തി മറികടക്കരുത്. സൂക്ഷിക്കണം. ചിന്നാറാവു പോയതിനു ശേഷം നിശാജി കണ്ണുകളടച്ച് എന്തോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. ആനമതി. ഇയാൾ ശ്മശാനത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നോ? ആരുടെയോ സമയം ശരിയല്ല. ഇയാളുടെ കണ്ണിൽ പെട്ടാൽ ചിലപ്പോൾ ജീവൻ പോകും. അങ്ങനെ ആ വൃദ്ധനെ നോക്കി ആ തെരുവിലുണ്ടായിരുന്ന എല്ലാവരും വീട്ടിൽ കയറി വാതിലടച്ചു. എന്നെ കാണാൻ കൊള്ളില്ലേ? അതോ പേടിയാവുന്നോ? അയാളുടെ പേര് ശവമുത്തശ്ശൻ എന്നാണ്. ശ്മശാനത്തിൽ ശവത്തിന്റെ കൂടെ ജീവിക്കുന്നെന്ന് എല്ലാവരും അയാളെ ഇങ്ങനെയാണ് വിളിച്ചിരുന്നത്. അയാൾക്ക് വസ്ത്രങ്ങളേ ഇല്ലായിരുന്നു. ഒരിക്കലും വസ്ത്രങ്ങൾ കാണുകയേ ഇല്ല. എന്നാൽ ശ്മശാനത്തിൽ നിന്നും അയാൾ വെളിയിലേ വരാറില്ല. ഒരുപക്ഷെ വന്നാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. അയാളെ നാട്ടിലേക്ക് വരരുതെന്ന് പറയാനുള്ള ധൈര്യം ആർക്കും തന്നെ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രാമത്തലവന്റെ മകൻ ഒരിക്കൽ അയാളെ ചവിട്ടി
ഗ്രാമത്തിൽ നിന്ന് പുറന്തള്ളി. കുറച്ച് ദിവസത്തിനുള്ളിൽ അയാൾ ചോര ഛർദ്ദിച്ച് മരിക്കുകയും ചെയ്തു. ശവമുത്തശ്ശനെ കാണാൻ ശവത്തെപ്പോലെ തന്നെയായിരുന്നു. അയാളുടെ കാൽമുട്ടിൽ ഒരു മണിയും കെട്ടിയിട്ടുണ്ട്. മനുഷ്യനോ മൃഗമോ പക്ഷിയോ ചെടിയോ മരമോ എന്തെങ്കിലും ഒന്നിനെ സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പാടിപ്പോകും. അതുകൊണ്ടാണ് അയാൾ ഗ്രാമത്തിൽ വന്നാൽ അയാളുടെ കൺവെട്ടത്ത് പെടാതെ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നത്. ഇത് ഇങ്ങനെയുള്ളപ്പോൾ ചിന്നാറാവുവിനെ നിഷാജി അതിർത്തി മറികടക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വന്തം വീട്ടിലുള്ള ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പോകാതെ നിഷാജി കൊടുത്ത ആ രക്ഷ കഴുത്തിലിട്ടിട്ട് ദിവസവും നിലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം, സൂരി, നാളെ നിലങ്ങളിൽ ഒന്ന് കുഴിയെടുക്കണം. വേറെ എവിടെയും ജോലിക്ക് പോകണ്ട. ശരി സ്വാമി, നാളെ വന്നേക്കാം. അടുത്ത ദിവസം സൂര്യയുടെ ഒപ്പം ചേർന്ന് കുഴിയെടുത്തുകൊണ്ടിരുന്ന ചിന്നാറാവിന് എന്തോ ഒന്ന് തിളങ്ങുന്നത് പോലെ തോന്നി. അത് എടുത്തു നോക്കിയപ്പോൾ അത് ഒരു വലിയ നിധിയാണ്. എന്റെ മകൻ ജനിച്ച സമയം എന്റെ നിലത്തിൽ നിന്നും സ്വർണം കിട്ടിയിരിക്കുന്നു. ആ സൂരി, ഞാൻ തനിക്കും കുറച്ച് തരാം. ഈ കാര്യം ആരോടും പറയരുത്. എന്തിനാ താങ്കൾ പേടിക്കുന്നത്? താങ്കളുടെ നിലത്തിൽ കിട്ടിയത് താങ്കൾക്കുള്ളതല്ലേ. നാടറിഞ്ഞാൽ ഇപ്പോൾ എന്താണ്? എന്റെ ഭാര്യ ഇപ്പോൾ അമ്മ വീട്ടിലാണ്. മകൻ 5 വയസ്സാകുന്നത് വരെ അവൾ വരില്ല. ഇത്രയും സ്വർണവും വെച്ച് ഞാൻ തനിയെ താമസിച്ചാൽ അവരുടെയും ഇവരുടെയും ഒക്കെ ചെവിയിൽ വീണ് എന്റെ കയ്യിൽ ഒരു കലം നിറയെ സ്വർണമുണ്ടെന്നുള്ള വിവരം അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാത്രി ഏതെങ്കിലും മോഷ്ടാവ് വന്ന് എന്നെ കൊന്ന് ഇതുമായി പോകും. അതേ അങ്ങുന്നേ, താങ്കൾ പറയുന്നതും ശരിയാ. അങ്ങനെ പറഞ്ഞ് ആ നിധിയെ ആരുടെയും കണ്ണിൽ പെടാതെ ചിന്നാറാവ് വീട്ടിലെടുത്തുകൊണ്ടുവന്ന് അടുക്കളയുടെ പാതകത്തിൽ വച്ച്, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ആ സ്വർണം, സന്തോഷമായിരിക്കെ. ചിന്നാറാവ് കൊടുത്ത സ്വർണവുമായി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ സൂര്യയ്ക്ക് ഒരു ദുഷ്ടചിന്ത വന്നു. ആ ചിന്നാറാവുന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അയാളെ കൊന്നുകഴിഞ്ഞാൽ ആ സ്വർണം മുഴുവനും എനിക്ക് കിട്ടും. എന്നാൽ എനിക്കും വയസ്സായി. അയാളുടെ ബലത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടല്ലോ എന്റെ സുഹൃത്ത് ശവങ്ക. അങ്ങനെ ചിന്തിച്ച് ശ്മശാനത്തിലേക്ക് പോയി നടന്നതെല്ലാം ശവമുത്തശ്ശനോട് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൂടോത്രം ചെയ്ത് അവനെ കൊന്നു കഴിഞ്ഞാൽ ആ സ്വർണം നമുക്ക് 2 പേർക്കും കൈക്കലാക്കാം. എനിക്ക് എന്തിനാണ് ആ സ്വർണം? അത് നീ തന്നെ വെച്ചോ. നിങ്ങളുടെ നാട്ടിലെ ആരും എന്നോട് സംസാരിക്കില്ല, എന്നെ കാണാനും വരില്ല. നീ ഒരാൾ മാത്രമാ എനിക്ക് വേണ്ടി ഭക്ഷണം തരുന്നത്. നിനക്ക് വേണ്ടി ഞാൻ ഈ സഹായം ചെയ്യില്ലേ? വാ, ഇപ്പോൾ തന്നെ പോകാം. ഞാൻ ബാനാമതി ഉപയോഗിക്കാം. ബാനാമതിയോ എന്ന് വെച്ചാൽ എന്താ? ആരെ 3 നിമിഷം നോക്കി വായിൽ 3 അരിയും ഇട്ട് ബാനാമതി മന്ത്രം പറയുന്നോ, ആ അരിയും തുപ്പിക്കളഞ്ഞ് അതിൽ ആര് ചവിട്ടുന്നോ അവൻ 15 ദിവസത്തിനുള്ളിൽ മരിക്കും. പാതിരാത്രിയും കഴിഞ്ഞു. ഗ്രാമത്തിലെല്ലാവരും ഉറങ്ങിയിരുന്നു. വളരെ ശാന്തവും. ശവമുത്തശ്ശൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ മണി ശബ്ദവും ചെന്നായി ഓരിയിടുന്ന ശബ്ദവും കേട്ടു. ചിന്നാറാവ് ഉറങ്ങിക്കിടന്നിരുന്നു. ശവമുത്തശ്ശൻ ജനൽ വഴി ചിന്നാറാവുവിനെ നോക്കിക്കൊണ്ടേ വായിൽ അരിയും ഇട്ട് അത് ചവച്ചുകൊണ്ടിരുന്നു. നേത്രം കാളനേത്രം, വെള്ളുകം സർപ്പനേത്രം, ഭൂതാന്ത്രികം പ്രേതനേത്രം, പ്രാണസ്തംഭനം, നം ജം ക്രീം. അങ്ങനെ പറഞ്ഞ് ചിന്നാറാവുവിന്റെ വീടിന്റെ വാതിലിൽ ആ അരി അയാൾ തുപ്പിയിട്ടിട്ട് പോയി. രാവിലെ നേരം വെളുത്തതും വയലിലേക്ക് പോകാൻ വാതിൽ തുറന്ന് ആ വാതിൽ മറികടന്ന് വന്ന് ആ അരിയിലവൻ ചവിട്ടി. കഴുത്തിൽ നിഷാജി കൊടുത്ത ആ രക്ഷയുണ്ടായിരുന്നതിനാൽ ബാനാമതി മന്ത്രം ചിന്നാറാവിനെ ഒന്നും ചെയ്തില്ല. മറുവശത്ത് ശവമുത്തശ്ശന്റെ മൂക്കിൽ നിന്നും ചോര വന്നു. അത് കണ്ട് അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. ഉടനെ ശവമുത്തശ്ശൻ സൂര്യയുടെ വീട്ടിലേക്കും പോയി. എടാ സൂരി, അവന് നേരെ തിരിച്ച ബാനാമതി അതിപ്പോൾ എന്റെ നേരെയായി. എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവനിൽ കയറ്റിവിട്ട ആ പിശാച് അവനെ ഒന്നും ചെയ്തില്ല. അത് എനിക്കിട്ട് തന്നെ തിരിച്ചു കിട്ടി. എന്ന് വെച്ചാൽ ഇനി 13 ദിവസത്തിനുള്ളിൽ ഞാൻ ചാകും. അയ്യോ, അപ്പോൾ എങ്ങനെയാ? ഇന്ന് പോയി വേറെ ഒരു കൂടോത്രം കൂടി വയ്ക്കാം. പാതിരാത്രിയായപ്പോൾ ചിന്നാറാവുവിന്റെ വീട്ടിലേക്ക് പോയി ജനലിലൂടെ നോക്കിയപ്പോൾ
ആ, അവന്റെ കഴുത്തിൽ മാന്ത്രികം ചെയ്ത ഒരു രക്ഷാകവചമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അവന്റെ കഴുത്തിലുള്ള ആ രക്ഷ നീ എടുക്കണം. എനിക്ക് തൊടാൻ പറ്റില്ല. അയ്യോ, എനിക്കും പറ്റില്ല. അപ്പോൾ അതിർത്തി മറികടത്ത്, അപ്പോൾ ആ രക്ഷ പ്രവർത്തിക്കില്ല. സൂര്യ പേടിച്ചതുപോലെ അഭിനയിച്ച് ചിന്നാറാവുനെ എഴുന്നേൽപ്പിച്ചു. അങ്ങോന്നേ അതിർത്തിക്ക് വെളിയിലുള്ള നിലത്തിൽ മറ്റൊരു നിധിയും കിട്ടിയിരിക്കുന്നു. ഏത് നിലത്തിലാ സൂരി? ഞാൻ ജോലി ചെയ്തില്ലേ, ആ വരണ്ട നിലത്തിൽ. ഉറക്കപ്പിച്ചിൽ സൂര്യയുടെ പിന്നാലെ തന്നെ ചിന്നാറാവും പോയി. നിഷാജി പറഞ്ഞ ആ കാര്യം മറന്ന് അവൻ അതിർത്തി കടന്നു. ചോര ഛർദ്ദിച്ച് അവൻ അവിടെ തന്നെ താഴെ വീണു. സൂര്യ തനിച്ച് ചിന്നാറാവിന്റെ വീട്ടിൽ പോയി ആ നിധിയെല്ലാം എടുത്തിട്ട് പോയി. അടുത്ത ദിവസം ഗ്രാമ അതിർത്തിയിൽ വീണുകിടന്ന ചിന്നാറാവുവിനെ ആരോ കണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലുണ്ടായിരുന്ന ഭാര്യയോടും കാര്യം പറഞ്ഞു. മങ്കമ്മ വന്ന് എത്ര തന്നെ ശ്രമിച്ചിട്ടും ചിന്നാറാവുവിനെ രക്ഷിക്കാനേ പറ്റിയില്ല. 13-ാം ദിവസം ചിന്നാറാവുവിന്റെ ജീവൻ നഷ്ടമായി. എന്നാൽ പെട്ടെന്ന് ഭർത്താവ് എന്തുകൊണ്ട് മരിച്ചു എന്നാൽ കാരണം മനസ്സിലാകാതെ നിഷാജിയെ കാണാൻ വേണ്ടി കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൾ നിഷാജിയുടെ ഗുഹയിലേക്ക് പോയി. സ്വാമി, എന്റെ ഭർത്താവ് പെട്ടെന്ന് എന്തോ അസുഖം വന്ന് മരിച്ചു. അവൻ മരിച്ചത് അസുഖം കാരണമല്ല, വാനാമതി കാരണമാ. അങ്ങനെ അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കി സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വാനാമതി ചെയ്ത് എന്റെ ഭർത്താവിനെ കൊന്നത് സൂര്യയും ശവമുത്തശ്ശനുമാണോ? അങ്ങനെ ദേഷ്യത്തിൽ ഗ്രാമത്തലവന്റെ അടുത്ത് പോയി അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സൂര്യയുടെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ പാതകത്തിലെ പാത്രം മുഴുവനും സ്വർണം. ഇതിനു വേണ്ടി ആഗ്രഹിച്ചല്ലേ താൻ എന്റെ ഭർത്താവിനെ കൊന്നത്? അങ്ങുന്നേ, ഈ പണം ഇനി എനിക്ക് വേണ്ട. ഗ്രാമത്തിലുള്ള ദരിദ്രർക്ക് ഇത് കൊടുക്കൂ. എന്നാൽ ആ ശവമുത്തശ്ശനും ഈ സൂര്യയും ജീവനോടെ കാണാൻ പാടില്ല. മങ്കമ്മ അങ്ങനെ പറഞ്ഞ ഉടനെ ഗ്രാമജനങ്ങൾ എല്ലാവരും അവരെ തുരത്തിപ്പോയി. സൂര്യയെയും ശവമുത്തശ്ശനെയും അടിച്ചടിച്ചു തന്നെ അവർ കൊന്നു. എന്നാൽ ശവമുത്തശ്ശന്റെ മകൻ ഭയക്രാന്തിന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവൻ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ വിദ്യകളും പഠിച്ചെടുത്ത് ഏറ്റവും വലിയ ക്ഷുദ്രവിദ്യയായ രക്തപിഞ്ചരി വിദ്യ പഠിക്കാൻ വേണ്ടി ഷിമോഗ മലയ്ക്ക് മുകളിൽ അവൻ ശവപൂജകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അച്ഛൻ മരിച്ചുപോയ കാര്യം അവൻ മനസ്സിലാക്കിയതും അവൻ ഗ്രാമത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെ അവൻ വന്നതും സൂര്യയുടെ ഭാര്യയെ പോയി കണ്ട്, എന്റെ അച്ഛൻ മരിക്കുമ്പോൾ പരുന്ത് ശബ്ദമെന്ന് മാന്ത്രിക ശബ്ദം കൊണ്ട് എന്നെ വിളിച്ചു. പരുന്തിന്റെ ശബ്ദമോ? അതെ, പരുന്തിനെ പോലെ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും രക്തബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ശബ്ദം കേൾക്കും. മരണം അവരെ അടുക്കുമ്പോൾ മാത്രമാണ് അവർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. ശവമുത്തശ്ശനൊരു മകനുള്ളത് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ നിന്റെ അച്ഛൻ കാരണമാണ് എന്റെ ഭർത്താവ് മരിച്ചത്. അങ്ങനെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു. എന്റെ അച്ഛനെ കൊന്ന് അവന്റെ മകനെ ഞാൻ വെറുതെ വിടില്ല. പശുമതി, പശുമതി, പശു 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 പശുമതി, റാം പശുമതി, ക്രീം പശുമതി, ക്രം പശുമതി. കുഞ്ഞ് അകത്തുള്ളത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെളിയിൽ വന്നാൽ മരിക്കും. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്ന ഉടനെ കണ്ണിൽ കാണാതിരുന്ന പശുമതി പ്രേതം ഒരു എരുമയുടെ ദേഹത്തിൽ കയറി വളരെ വേഗത്തിൽ ഓടി വന്നു. മങ്കമ്മ കൊണ്ടുപോയിക്കൊണ്ടുപോയി കൊമ്പുകൊണ്ട് കുത്തിക്കൊന്നു. അപ്പോൾ എരുമയുടെ കാല് മങ്കമ്മയുടെ നടുവിൽ കൊണ്ടതുകൊണ്ട് മങ്കമ്മയും നടുവൊടിഞ്ഞു മയങ്ങി വീണു. കുഞ്ഞിന്റെ ജീവൻ അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. 18 മാസങ്ങൾക്ക് ശേഷമാണ് മങ്കമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയത്. കുഞ്ഞ് മരിച്ച വിവരമറിഞ്ഞ് ഒരുപാട് വിഷമിച്ചു. അവൾക്കും മരിച്ചു പോകണം എന്ന് തീരുമാനിച്ച് അവസാനമായി നിശാജിയെ കാണാൻ അവൾ പോയി. ആ ശവമുത്തശ്ശൻ കാരണം എന്റെ ഭർത്താവ് മരിച്ചുപോയി. എരുമ വന്നിടിച്ച് എന്റെ കുഞ്ഞും മരിച്ചുപോയി. നടുവൊടിഞ്ഞ് ഞാൻ ഇങ്ങനെയുമായി.
ഞാനിനി എന്തിനു ജീവിക്കണം സ്വാമി? നിന്റെ കുഞ്ഞിന്റെ മരണത്തിനും നിന്റെ നടുവൊടിഞ്ഞതിനും കാരണം വേറെ ആരുമല്ല, പശുമതിയാണ്. പശുമതിയോ? സ്വാമി ജ്ഞാനദൃഷ്ടി കൊണ്ട് എല്ലാം മനസ്സിലാക്കി നടന്ന് എല്ലാം പറഞ്ഞു. താങ്കൾക്ക് എല്ലാം അറിയാമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞ് എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും രക്ഷിക്കാത്തതെന്താ? ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ശക്തിയുണ്ടെങ്കിൽ എന്ത് കാര്യം? മകളെ, എന്റെ പേര് നിഷാജി. നിഴലിൽ ജീവിക്കുന്നവൻ. സൂര്യൻ കാരണവും ചന്ദ്രൻ കാരണവും എന്റെ നിഴൽ ഭൂമിയിൽ പതിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗുഹയിൽ താമസിക്കുന്നത്. വെളിച്ചം കൊണ്ടാൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ ശവമുത്തശ്ശനെ കൊന്നതുപോലെ അയാളുടെ മകനെയും ഗ്രാമജനങ്ങളെ കൊണ്ട് തന്നെ കൊല്ലിക്കും. എന്റെ പക ഞാൻ തീർക്കും. മകളെ, നിന്റെ കൈ ഒന്ന് കാണിക്കൂ. മങ്കമ്മയുടെ കൈ കണ്ട്, നീ ജനങ്ങളെ രക്ഷിക്കാൻ ജനിച്ചവളാണ്. നീ രക്ഷിക്കേണ്ട ജീവനുകൾ ഒരുപാടുണ്ട്. നശിപ്പിക്കേണ്ട ദുഷ്ടശക്തികളും ഒരുപാടുണ്ട്. ആദ്യം എന്റെ കുഞ്ഞിനെ കൊന്ന് ആ കിഴവന്റെ മകനെ ഞാൻ കൊല്ലാൻ പോകുക. അവൻ ശവമുത്തശ്ശനേക്കാൾ ഒരുപാട് ശക്തിശാലിയാണ്. രക്തപിഞ്ചരി തപസ് ചെയ്ത് ഷിമോഗ മലയിലേക്ക് അവൻ പോയി. അവനെ കൊല്ലാൻ പറ്റില്ല. അവനൊരു ദുഷ്ടമന്ത്രവാദിയാണ്. ഇങ്ങനെ നിഷ്കളങ്ക ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഇതുപോലെയുള്ള മന്ത്രവാദികളെ, അവർക്കുള്ളിലുള്ള പ്രേതങ്ങളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ സ്വാമിജി? അവനെ തടയാം. ആ ശക്തി നിനക്കുണ്ട്. മൂലം നക്ഷത്രം 3-ാം നാഴികയിൽ കയ്യിൽ ശംഖുമറുകൊണ്ടാണ് നീ ജനിച്ചത്. നീയൊന്ന് ശ്രമിച്ചാൽ ഏതൊരു ദുഷ്ടശക്തിയെയും നിന്റെ വശത്തേക്കാക്കാം. ശുദ്രശക്തിയോ? അതെ, രത്നത്തെ രത്നം കൊണ്ടേ മുറിക്കാൻ പറ്റൂ. ദുഷ്ടശക്തിയെ ദുഷ്ടശക്തി കൊണ്ട് തന്നെ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേതാള സിദ്ധി കൈക്കലാക്ക്. വേതാള മലയിൽ പോയി ഈ മന്ത്രം ഉച്ചരിക്ക്. 19 വർഷം വേതാള തപസ് നീ ചെയ്യേ. നിഷാജി പറഞ്ഞതുപോലെ 19 വർഷം വേതാള മലയ്ക്ക് പോയി കഠിനമായ തപസ് ചെയ്ത് വേതാള സിദ്ധി കൈവരിച്ചു മങ്കമ്മ. മങ്കമ്മ, സബാഷ്. ഒരു നല്ല ഉദ്ദേശത്തോടെ ഞാൻ ഇതാ ശക്തി തരുന്നു. ഇതാ എന്റെ കിരീടം. ഇന്നു മുതൽ ഭൂതപ്രേത പിശാച രാക്ഷസ ആത്മതന്ത്ര മന്ത്രിക, ഇതിനെ എല്ലാം നിനക്ക് നിയന്ത്രിക്കാം. എവിടെയോ മലയിലിരുന്ന വൈക്രാന്തയെ കപാല കോലമിട്ട് അവരവിടെ എത്തിച്ചേർന്നു. അവനെ കഷ്ണം കഷ്ണമായി മുറിച്ച് അവളുടെ തല ഉയർത്തിയിട്ടു. അന്നു മുതൽ പ്രേതവും പിശാചും കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ട് മങ്കമ്മ ഒരുപാട് പേരെ ആ പ്രേതങ്ങളിൽ നിന്ന് രക്ഷിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരോടും നല്ല പേര് വാങ്ങിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും മങ്കമ്മയെ സ്നേഹത്തോടെ മന്ത്രവാദിനി മുത്തശ്ശി എന്ന് വിളിച്ചത്. ഓഹോ, ഇങ്ങനെയാണോ മങ്കമ്മ മന്ത്രവാദിനി മുത്തശ്ശിയായത്? അതുപോട്ടെ, ഇന്നുവരെ എത്ര പ്രേതങ്ങളെ നിങ്ങൾ കൊന്നിട്ടുണ്ട്? 92 പ്രേതങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടടാ കേശവ. അങ്ങനെയാണെങ്കിൽ പ്രേതങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലേ? എന്തുകൊണ്ടില്ല? എനിക്കും ഒരു പ്രേതത്തെ കണ്ടാൽ നല്ല പേടിയാടാ കേശവ. നിങ്ങളെ പേടിപ്പെടുത്തുന്ന പ്രേതമോ? അതേത് പ്രേതം? ആക്രോശി. അതിന്റെ കഥയൊന്ന് പറയാമോ? ആക്രോശിക്ക് അതിന് രൂപം മാറ്റാൻ കഴിയും. ഒരാളെയും വെറുതെ വിടില്ല. രാത്രിയായാൽ അതിന്റെ പേര് പറയുന്നത് അത്ര നല്ലതല്ല. ഒരു പക്ഷേ അത് പറഞ്ഞാൽ അത് നേരിൽ വരും. ആക്രോശി.